ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെഎസ്യു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുണ്ടക്കയം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പച്ചപ്പട്ട് പുതച്ച കേരളത്തെ പറ്റിയുള്ള വർണ്ണചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെടുത്ത് വിതരണം ചെയ്ത കാലം UDF-ന്റേതായിരുന്നു. അങ്ങനെ വർണ്ണമനോഹരമായ പാഠപുസ്തകങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയെടുത്ത് വിതരണം ചെയ്ത കാലത്തിലേക്ക് കേരളത്തിലെ നയിക്കണോ എന്ന ചോദ്യം വരികയാണ്. സതീശന്റെ നുണയൊന്നും ചെലവാകാതെ വരുന്ന കാലഘട്ടത്തിലാണ് ആസൂത്രിതമായ ആക്രമണത്തിലൂടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം. ആരോഗ്യമന്ത്രിയുടെ പുറകെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം കണ്ടു. അവരുടെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റിന്റെ മുന്നിൽ റീത്ത് കൊണ്ടുവെക്കുന്നു. ഇവിടെ പ്രവാസി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ പോഷക സംഘടനയുണ്ട് പോലും. ആ സംഘടനയ്ക്ക് ഒരു നേതാവുണ്ട്. അയാൾ കൊല്ലത്ത് ഒരു ആശുപത്രി നടത്തുന്നുണ്ട്. ആ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെടാനിടയായി. എവിടെ റീത്ത് കോൺഗ്രസ്? ഈ റീത്ത് KSUവിനെ കാണുന്നില്ലല്ലോ. CV അനിൽകുമാർ, MG രാജു, PK പ്രദീപ്, KN സോമരാജൻ, റെജിന റഫീഖ, ബെന്നി നെയ്യൂർ, സുനിൽ കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.